12-13 ലക്ഷം ഓൾ ഇന്ത്യ റാങ്കിന് വരെ ഒരു ആയുർവേദ ഡോക്ടർ ആകാനുള്ള സാധ്യതയുണ്ട്. 2 ലക്ഷം ഓൾ ഇന്ത്യ റാങ്കിന് ഹോമിയോയിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 8 ലക്ഷം 8 lakhs ഓൾ ഇന്ത്യ റാങ്കിന് ഗവൺമെന്റ് സെക്ടറിൽ BSc അഗ്രികൾച്ചർ. ഹലോ നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ. സോ നിങ്ങളുടെ നീറ്റ് സ്കോർ വെച്ച് ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് ഏതൊക്കെ കോഴ്സ് ഒപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വളരെ വലിയൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിങ്ങൾ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ റാങ്കിന്റെ കോഴ്സ് കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് നിങ്ങൾ. അപ്പോൾ MBBS-ഉം BDS-ഉം ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി MBBS-ന്റെയും BDS-ന്റെയും ഗവൺമെന്റ് സെക്ടറിലെയും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെയും സാധ്യതകൾ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് MBBS-ഉം BDS-ഉം കൂടാതെ നിരവധി കോഴ്സുകളാണ് നീറ്റ് സ്കോർ ഉപയോഗിച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ കോഴ്സുകളാണെന്ന് അറിയണ്ടേ? യെസ്, ഗവൺമെന്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ഒക്കെ നിരവധി സാധ്യതകളുണ്ട്. അതിൽ BHMS ഹോമിയോപ്പതിയാണ്, BAMS ആയുർവേദം, BUMS യുനാനി, BSMS സിദ്ധയാണ്, ആൻഡ് അതേപോലെ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫിഷറീസ്, BSc ഫോറസ്ട്രി തുടങ്ങി നിരവധി കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളൊക്കെ ലഭിക്കാൻ ഏത് റാങ്കിലായിരിക്കണം നിങ്ങൾ എത്തേണ്ടത്? ഏകദേശം ഏത് റാങ്കിന് ഈ ഒരു കോഴ്സുകളൊക്കെ ലഭിക്കും? അതൊക്കെ നമുക്ക് കണ്ടാലോ? യെസ്, ഓക്കെ മക്കളെ, ആദ്യം BSc ഓണേഴ്സ് അഗ്രികൾച്ചർ തന്നെയാണ്. യെസ്, അപ്പൊ ഗവൺമെന്റ് സെക്ടറിലുള്ള 1, 2, 3, 4 കോളേജുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, ട്രിവാൻഡ്രത്തുള്ള കോളേജാണ്. അവിടെ ഓപ്പൺ വിഭാഗത്തിൽ എല്ലാ കുട്ടികളെയും, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻ്റ് ആയാലും ആദ്യം നിങ്ങൾക്ക് ഓപ്പൺ വിഭാഗത്തിൽ കിട്ടുമോ? ഓപ്പൺ വിഭാഗത്തിലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിലാണ് കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യുക. അപ്പൊ എല്ലാ കുട്ടികളും നോക്കും. ഇപ്പം നമ്മൾ BUMS യുനാനി ഒക്കെ നോക്കുമ്പോൾ അവിടെ ഓപ്പൺ കാറ്റഗറി മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ എല്ലാവർക്കും അവിടെ കിട്ടി. യെസ്, ഓക്കെ. അപ്പൊ ആദ്യം ഇവിടെ ഗവൺമെന്റ് സെക്ടറിൽ 8671 ഈ ഒരു കോളേജിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷം. ഇഴവ കാറ്റഗറി ആണെങ്കിൽ 10876. അപ്പൊ 8600 എന്നൊക്കെ പറയുമ്പോൾ ഒരു 80,000-നും ഒരു 9,000-നും ഒക്കെ ഇടയിലായിരിക്കണം നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ, യെസ്. ആൻഡ് MU മുസ്ലിം കാറ്റഗറിയിൽ 10,567. ബാക്കി എല്ലാ കാറ്റഗറി നമ്മൾ നോക്കുമ്പോഴും 10,000 to KU ഒക്കെയാണ്. KU 27,583 വന്നിട്ടുണ്ട്. SC 20,222 ഗവൺമെന്റ് സീറ്റ് കിട്ടി. ST 25,783 ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാറ്റഗറിയും 10,000, 15,000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ഓഫ് നോക്കാം. ഈ ഗവൺമെന്റ് കോളേജുകൾ, ഗവൺമെന്റ് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കരയുണ്ട്, തൃശ്ശൂരാണ് കോളേജ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ കാസർഗോഡ് ഉണ്ട്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വയനാടുണ്ട്. യെസ്, അമ്പലവയലുള്ള കോളേജാണ്. അപ്പൊ ഇത്രയും കോളേജസിൽ നമുക്ക് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി 10,016 വരെ കിട്ടി. എവിടെ? കാസർഗോഡാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു 1 lakh ആ ഒരു റേഞ്ചിൽ ഓൾ ഇന്ത്യ റാങ്ക് ആണെങ്കിൽ ഒരു ഗവൺമെന്റ് സീറ്റ് ഉറപ്പിക്കാം. യെസ്, അതേപോലെ ഈഴവ കാറ്റഗറി EZ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 13,080 കിട്ടിയിട്ടുണ്ട്. ഒരു 1 lakhനും 2 lakhനും ഇടയിലായിരിക്കും ഓൾ ഇന്ത്യ റാങ്ക് ഉറപ്പാണ്. യെസ്, മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 12,825 അഗെയിൻ 1 lakhനും 2 lakhനും ഇടയിലായിരിക്കണം ഓൾ ഇന്ത്യ റാങ്ക്. LA കാറ്റഗറി വരികയാണെങ്കിൽ 19,414. ധീവര കാറ്റഗറിയാണ്. ധീവരയ്ക്ക് 17,791 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. VK കാറ്റഗറി നോക്കുകയാണെങ്കിൽ 14,311. മക്കളെ, അയ്യോ 14,000 കിട്ടത്തുള്ളൂ എന്നുള്ള വിഷമത്തിലാണോ നിങ്ങൾ? ഇത് കേരള റാങ്കാ. നിങ്ങളുടെ കേരള റാങ്ക് നിലവിൽ വന്നിട്ടില്ല. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്ന ആ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ 17,000 കിട്ടിയ കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് അല്ല ഇത്. ഓൾ ഇന്ത്യ റാങ്ക് അത് 1 lakhനും 3 lakhനും 4 lakhനും ഒക്കെ ഇടയിലായിരിക്കും വരിക. ഓക്കെ, യെസ്. ആൻഡ് BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 13,437 ഗവൺമെന്റ് സീറ്റ് കിട്ടി. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ 20,842 വരെ കിട്ടി. 20,000 വരെ കിട്ടി. ഓക്കെ, 2 lakhനും 4 lakhനും ഇടയിലൊക്കെയാണ് ഓൾ ഇന്ത്യ റാങ്ക് വരിക. KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ KN എന്ന് പറയുന്നത് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ 25,057 വരെ അഡ്മിഷൻ ലഭിച്ചു. KU കാറ്റഗറി നോക്കുകയാണെങ്കിൽ 28,810 വരെ അഡ്മിഷൻ ലഭിച്ചു. അതായത് ഒരു 8 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിരിക്കും ഓൾ ഇന്ത്യ റാങ്ക്. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 21,814 വരെ അഡ്മിഷൻ ലഭിച്ചു. ST നോക്കുകയാണെങ്കിൽ 26,135. ഇക്കണോമിക്കലി വീക്കർ സെഷൻ, മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് എത്ര ലഭിച്ചു? 17,738 വരെ എന്ത് കിട്ടി? നമ്മൾ ആദ്യം നോക്കിയ കോഴ്സ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ. ഓക്കെ, യെസ്. അടുത്തത് BTech ബയോടെക്നോളജി.
ഓക്കെ. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി ട്രിവാൻഡ്രത്താണ്. ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറി 13,624. ഞാൻ പറഞ്ഞു എന്തായിരിക്കും ഓൾ ഇന്ത്യ റാങ്ക്. 1 lakhനും 2 lakhനും ഒരു 1,50,000, 1,30,000 ഒക്കെ ആയിരിക്കും. 1,30,000 ഒക്കെ ആയിരിക്കും കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. യെസ്. ഈഴവ കാറ്റഗറി 16,844, മുസ്ലിം കാറ്റഗറി 16,890, LA കാറ്റഗറി 19,973, DV കാറ്റഗറി 16,943, ബാക്ക്വേർഡ് ഹിന്ദു 14,134, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 22,364. KU കാറ്റഗറി ആണെങ്കിൽ 38,742 കിട്ടി. 38,742 ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. മക്കളെ, അതെന്ന് പറയുന്ന ഒരു 12 ലക്ഷം 13 ലക്ഷം ഒക്കെയാണ് ഓൾ ഇന്ത്യ റാങ്ക്. SC കാറ്റഗറി 22,363, ST കാറ്റഗറി 26,929, EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ നോക്കുകയാണെങ്കിൽ 16,566. അടുത്ത കോഴ്സിലേക്ക് പോവാം. യെസ്, BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ് നെക്സ്റ്റ് കോഴ്സ്. യെസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ MBBSഉം BDSഉം മാത്രമല്ല, അനന്തമായ സാധ്യതകളാണ് കേട്ടോ നീറ്റ് സ്കോറിന്. ഓക്കെ. കോളേജ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് മാനേജ്മെന്റ് തൃശ്ശൂരാണ്. KAന്റെ അണ്ടറിലുള്ള കോളേജാണ്. ഓപ്പൺ കാറ്റഗറി 22,091, EZ ഇഴവ കാറ്റഗറി 23,542, MU മുസ്ലിം കാറ്റഗറി 24,874, LA കാറ്റഗറി 27,495. ഇതൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് വളരെ ഹൈ ആയിരിക്കും. എന്തായാലും 5 ലക്ഷത്തിന് മുകളിലായിരിക്കും ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ. DV 36,290, ഏകദേശം ഒരു 11 ലക്ഷം 12 ലക്ഷം 13 ആയിരിക്കും കുട്ടീൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വരിക. യെസ്. SC കാറ്റഗറി 27,549, ST 28,899, EW 36,630. യെസ്. നെക്സ്റ്റ് വൺ ഇസ് BSc ഫിഷറീസ്. BSc ഫിഷറീസ് ആണ്. BSc ഫിഷറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലെ 2 കോളേജുകൾ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പനങ്ങാടാണ്. നെക്സ്റ്റ് വൺ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പയ്യന്നൂർ ക്യാമ്പസ്, കണ്ണൂരുള്ള കോളേജാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18,162 വരെ ഓപ്പൺ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. EZ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 21,217 വരെ ഒരു 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം 19,765 വരെ കിട്ടി. LA നോക്കുകയാണെങ്കിൽ 26,269 വരെ കിട്ടിയിട്ടുണ്ട്. 5 ലക്ഷം 6 ലക്ഷം ആയിരിക്കും കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. DV കാറ്റഗറി 22,383 കിട്ടി. VK 22,800 കിട്ടി. ബാക്ക്വേർഡ് ഹിന്ദു നോക്കുകയാണെങ്കിൽ 22,331 കിട്ടി. BX ഇനിയുള്ള എല്ലാ കാറ്റഗറി അതാണ് 22,000, 23,000. അതിൽ ഇക്കണോമിക്കലി വീക്കർ സെഷൻ 35,000 കിട്ടി. ഏകദേശം 10 ലക്ഷം 11 ലക്ഷം ആയിരിക്കും കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. യെസ്. ചിലതൊക്കെ നമ്മുടെ ലക്കിനെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. യെസ്. BSc ഫോറസ്ട്രി ആണ് നെക്സ്റ്റ് കോഴ്സ്. BSc ഫിഷറീസ് കഴിഞ്ഞു. BSc ഫോറസ്ട്രി നീറ്റ് സ്കോർ വെച്ചിട്ട് പോകാൻ പറ്റുന്നതാണ് BSc ഫോറസ്ട്രി. യെസ്. കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കര തൃശ്ശൂരാണ് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജ്. ഓപ്പൺ വിഭാഗം 15,512 കേരള റാങ്കിന് അഡ്മിഷൻ ലഭിച്ചു. നോട്ട് ദ പോയിന്റ്, ഓൾ ഇന്ത്യ റാങ്ക് അല്ല. യെസ്. അടുത്തത് EZ ഈഴവ കാറ്റഗറി 15,782, LA 20,000 കിട്ടി. മുസ്ലിം കാറ്റഗറി 16,000 തന്നെയാണ്. DV 20,000 കിട്ടി. VK 17,000, ബാക്ക്വേർഡ് ഹിന്ദു 17,000, SC 23,000, ST 25,000, EW 19,000 റേഞ്ചിനാണ് അഡ്മിഷൻ ലഭിച്ചത് ഗവൺമെന്റ് സെക്ടറിൽ. ഓക്കെ. നെക്സ്റ്റ് കോഴ്സസ് BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്. ഓക്കെ. ആൻഡ് ഈ ഒരു കോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ തൃശ്ശൂരാണ് കോളേജ് വരുന്നത്. ഓപ്പൺ കാറ്റഗറി 18,586 അഡ്മിഷൻ ലഭിച്ചു. EZ ഇഴവ കാറ്റഗറി 22,470, മുസ്ലിം 20,207, LA 21,000, എല്ലാ ആ ഒരു റേഞ്ചിലാണ്. DV 32,000 കിട്ടി. EW 35,000, അതായത് ഒരു 11 ലക്ഷം റാങ്കിന് 12 ലക്ഷം റാങ്കിന് എന്ത് കിട്ടി? EWയിൽ അഡ്മിഷൻ കിട്ടി. ഓക്കെ. അപ്പോൾ ഏകദേശം മക്കളെ ഒരു 5 ലക്ഷം റാങ്കിന് മുകളിലുള്ളവർക്ക് പോലും പല കാറ്റഗറിയിലുള്ള, ഓക്കെ, ഓപ്പൺ കാറ്റഗറി ഞാൻ പറയുന്നില്ല, മറ്റ് കാറ്റഗറിയിൽ വരുന്ന പല ആൾക്കാർക്കും 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് വരെ സാധ്യതയുണ്ട്. ഈവൻ 10 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് വരെ സാധ്യത നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് EW എന്നുള്ളൊരു സെഷനിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കണ്ടു 35,000 കിട്ടി. അതായത് ഒരു 11 ലക്ഷം ആണെങ്കിൽ പോലും EWയിൽ വരുന്ന കുട്ടിയാണെങ്കിൽ അവിടെയും ഹോപ്പ് ഉണ്ട്. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് BHMS. ഓക്കെ. ഹോമിയോപ്പതി. എനിക്ക് തോന്നുന്നു MBBS BDS കഴിഞ്ഞ് ആയുർവേദത്തിനും
അതേപോലെ BVSC എന്താണ് വെറ്റിനറി സയൻസ്, വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് വെറ്റിനറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വെറ്റിനറിയെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. കാരണം MBBS ഒക്കെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സാണ്. ഹൈ റാങ്ക് ഉള്ളവർക്കാണ് വെറ്റിനറിയിൽ 2 കോളേജിൽ കിട്ടിയിട്ടുള്ളത്. യെസ്, അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഹോമിയോപ്പതി. ഹോമിയോ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. യെസ്, അപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 17,298 വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടി. എവിടെയാണ് കിട്ടിയത്? ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് അഡ്മിഷൻ ലഭിച്ചു. യെസ്, ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 20,000 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, ഒരു 3 ലക്ഷം 4 ലക്ഷത്തിനൊക്കെ ഹോപ്പുണ്ട്. ഓക്കെ, 20,917 അഡ്മിഷൻ ലഭിച്ചു. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 18,945 അഡ്മിഷൻ ലഭിച്ചു. LA കാറ്റഗറി 25,000 വരെ സ്കോപ്പ് ഉണ്ട് കേട്ടോ. 25,122 ആ റേഞ്ച് നോക്കുകയാണെങ്കിൽ 20,000 കേരള റാങ്ക് വരുന്ന എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. DV കാറ്റഗറി 33,020, അതായത് ഒരു 8 ലക്ഷം 10 ലക്ഷമാണ് ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ പോലും ധീവര കാറ്റഗറി ആണെങ്കിൽ ഹോമിയോപ്പതിക്ക് ഒരു ഗവൺമെന്റ് സീറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഗവൺമെന്റ് സീറ്റ്, എല്ലാ സീറ്റും വാല്യുബിൾ ആണ്. ബട്ട് ഗവൺമെന്റ് സീറ്റിൽ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, VK കാറ്റഗറി എന്ന് പറയുമ്പോൾ 20,947 VKക്ക് ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സെക്ടർ. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 22,557 ലഭിച്ചിട്ടുണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 18,000 അഡ്മിഷൻ ലഭിച്ചു. KN 37,000, അതായത് എനിക്ക് തോന്നുന്നു മക്കളെ ഒരു 10 ലക്ഷം 11 ലക്ഷം 12 ലക്ഷം ഒക്കെ ആണെങ്കിൽ പോലും KNൽ ഒരു ഗവൺമെന്റ് സീറ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, KUൽ ഒരു ഗവൺമെന്റ് സീറ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. KNലും സ്കോപ്പ് ഉണ്ട്. യെസ്, കുശവൻ ആൻഡ് കുടുംബി 2 കമ്മ്യൂണിറ്റീസ് ആണ്. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 26,790 വരെ അഡ്മിഷൻ ലഭിച്ചു. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 28,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും അഡ്മിഷൻ വന്നിരിക്കുന്നത്. അതേപോലെ ഇക്കണോമിക്കലി വീക്കർ സെഷനിലും 26,000 റേഞ്ചുകാർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? 26,000 എന്ന് പറയുമ്പോൾ ഒരു 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഒരു 4 to 6 ലാഖിന് ഇടയിലായിരിക്കും ഓൾ ഇന്ത്യ റാങ്ക് വരിക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് BAMS, ആയുർവേദ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? യെസ്, ആയുർവേദത്തിന്റെ ഗവൺമെന്റ് സെക്ടറും അതേപോലെ സെൽഫ് ഫിനാൻസിങ് സെക്ടറും നമ്മൾ നോക്കുന്നുണ്ട്. ഗവൺമെന്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ 5 കോളേജുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആയുർവേദ കോളേജ് പരിയാരമാണ് ഫസ്റ്റ് വൺ. VPSV ആയുർവേദ കോളേജ് കോട്ടക്കൽ സെക്കൻഡ് വൺ. ആയുർവേദ കോളേജ് ഒല്ലൂരുണ്ട്. ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറയുണ്ട്. ആയുർവേദ കോളേജ് ട്രിവാൻഡ്രമുണ്ട്. യെസ്, ഇവിടെ 13,155 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ 13,131 13,066 ഒക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറിയിൽ. ആൻഡ് EZ കാറ്റഗറിയിൽ 18,000 വരെ അഡ്മിഷൻ ലഭിച്ചു. മുസ്ലിം കാറ്റഗറിയിൽ 16,000 റേഞ്ചുകാർക്ക് അഡ്മിഷൻ ലഭിച്ചു. LA കാറ്റഗറിയിൽ 21,000 ആളുകൾക്ക് 21,000 ആ ഒരു റേഞ്ചിൽ വരുന്ന 21,000 എന്ന് പറയുമ്പോൾ ഒരു 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലായിരിക്കും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. യെസ്, ആൻഡ് ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 17,000 വരെ അഡ്മിഷൻ ലഭിച്ചു. ഒരു 1,60,000 1,90,000 ഇടയിലായിരിക്കണം അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. KU നോക്കുകയാണെങ്കിൽ 30,815 വരെ അഡ്മിഷൻ ലഭിച്ചു. 8 ലക്ഷത്തിന് മുകളിലായിരിക്കും എന്തായാലും ഓൾ ഇന്ത്യ റാങ്ക് വരിക. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 24,000 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഒരു 25,000 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചുകാർ ഞാൻ പറഞ്ഞു ഒരു 4 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലായിരിക്കും അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. ST കാറ്റഗറി 29,000 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ നോക്കുകയാണെങ്കിൽ 22,153 വരെ അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ ഇസ് BUMS. ഇനി 2 കോഴ്സുകളാണ്, BUMS ആൻഡ് BSMS, യുനാനിയും അതേപോലെ സിദ്ധ കോഴ്സുകളും. യെസ്, യുനാനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ കാറ്റഗറി മാത്രം നോക്കിയാൽ മതി. മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്, കാലിക്കറ്റാണ്. മാർക്കസിൽ അഡ്മിഷൻ ലഭിച്ചത് 37,966. ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഓപ്പൺ കാറ്റഗറിയിലാണ് ആദ്യം നോക്കുക. അവിടെ നിങ്ങൾക്ക് സീറ്റ് ഇല്ല അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ ബാക്കി കാറ്റഗറിയിലേക്ക് നിങ്ങളെ നോക്കും. അപ്പോൾ ഓപ്പൺ കാറ്റഗറി മതി. ഇവിടെ 37,966 വരെ അഡ്മിഷൻ ലഭിച്ചു. അതായത് എനിക്ക് തോന്നുന്നു ഒരു 120 അല്ലെങ്കിൽ 130 നീറ്റ് സ്കോർ ഉള്ളവർക്ക് വരെ ഇതിന് വളരെ വലിയ
സാധ്യതയുണ്ട്. യെസ്. ആൻഡ് അടുത്തത് BSMS സിദ്ധയാണ്. സിദ്ധ എന്ന് പറയുമ്പോൾ 37,678 എഗെയിൻ എന്താണ് ഒരു 130-140 നീറ്റ് സ്കോർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനുള്ള വളരെ വലിയ സാധ്യത തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നീറ്റ് സ്കോർ വെച്ചിട്ട് വളരെ പരിമിതമായ അവസരങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുന്നിലുള്ളത്, നിരവധി അവസരങ്ങളാണ്. ഇത് കൂടാതെ എത്ര കോളേജുകൾ, എയിംസ് കോളേജുകൾ, ജിപ്മർ കോളേജുകൾ, AFMCയിലും മിലിറ്ററി നഴ്സിംഗിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. യെസ്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിച്ച കോഴ്സ് തന്നെ കിട്ടട്ടെ. യെസ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത കോഴ്സ്, നിങ്ങൾക്ക് ഈ വർഷം ഇത് കിട്ടിയല്ലോ, ഈ ഒരു സ്കോർ കിട്ടിയല്ലോ, എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, ആഗ്രഹിക്കുന്ന കോളേജ് തന്നെ പഠിക്കുക. യെസ്. എല്ലാ സീറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മെഡിക്കൽ സീറ്റുകളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. യെസ്. മെഡിക്കൽ അലൈഡ് കോഴ്സസ് നിരവധിയാണ്, അവസരങ്ങൾ നിരവധിയാണ്. എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.